സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് വാർത്തകളുടെ പ്രളയം തന്നെയാണ്. ഒന്നിനു പുറകെ ഒന്നായി നമുക്കത് എടുത്തെടുത്ത് പോകാം. ജന്തർ മന്ദിറിൽ CJP പ്രവർത്തകർക്ക് നേരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി നടക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, രാഹുൽ ഗാന്ധിയെ അവിടെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ADGP MR അജിത് കുമാർ DGPയുടെ മുമ്പിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്, പിണറായി വിജയൻ്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് EDയെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെ അന്വേഷണം വരുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇന്നുണ്ട്. ഇന്ന് അതിൻ്റെ മുൻഗണനാക്രമത്തിൽ നമുക്ക് ഓരോ ന്യൂസ് എടുക്കാം. ആദ്യം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ ഇവിടെ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് കൂടി തൊട്ടടുത്ത നിമിഷത്തിൽ തീരുമാനമെടുത്തത് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാർ, ഗൺമാന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ തലതല്ലി പൊളിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. അത് പിന്നെ വാർത്തയായി. അന്ന് പിണറായി വിജയൻ്റെ പോലീസിൽ നിന്നുള്ള ആളുകൾ വരെ അത് ശരിയായില്ല, നടപടി വേണം എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടെല്ലാം പിണറായി വിജയൻ മുക്കി. പിന്നീട് അത് ആലപ്പുഴ സെഷൻസ് കോടതി ഈ കേസിൽ ഇടപെടുന്നു. അങ്ങനെ കോടതിയും സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു, ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറുന്നു, അന്വേഷിക്കേണ്ടതാണ്. പിണറായി വിജയൻ അത് മുക്കി. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ അതിൻ്റെ കേസ് ഡയറി വിളിച്ചു വരുത്തി രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല്ലിപ്പൊളിച്ച ഗൺമാന്മാർക്കടക്കമുള്ള എതിരെയുള്ള കേസിൻ്റെ ഡയറി, ആ കേസ് ഡയറി വിളിച്ചു വരുത്തി MR അജിത് കുമാർ ആ കേസ് കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അതിൽ തിരുത്തലുകൾ വരുത്തി എന്നുള്ളതാണ് കേസ്. അതിൽ കൃത്യമായി അന്വേഷണം നടക്കുന്നു. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ SIT രൂപീകരിക്കുന്നു. SIT കൃത്യമായി ഒട്ടും കാലതാമസം കൂടാതെ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് DGPയുടെ മേശപ്പുറത്ത് എത്തിയിട്ട് ഇന്നിപ്പോൾ 25 ദിവസം കഴിഞ്ഞിട്ട് അതിൽ നടപടി ഇല്ലാതെ പോകുന്നു എന്നൊരു പരക്കെ ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി DGP കേട്ടു. ADGP ആദ്യം 16-ാം തീയതിയാണ് ഹാജരാകേണ്ടിയിരുന്നത്. അന്ന് താൻ സ്ഥലത്തില്ല, യാത്രയിലാണ്, വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. 21-ാം തീയതി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ മൊഴി കൊടുക്കുന്നത്. അവിടെ അവ്യക്തമായ ചില കാര്യങ്ങളാണ് ADGP പറഞ്ഞത്. കാരണം പണ്ട് നടന്ന കാര്യങ്ങളാണ്, ഇനിയും എനിക്കതിന് ധാരാളം സമയം ആവശ്യമുണ്ട്, അതുകൊണ്ട് സമയം നീട്ടിത്തരണം. DGP സമയം അനുവദിച്ചിട്ടില്ല. ഇന്നലെ ADGP പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി റിപ്പോർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും എന്നാണ് അറിയുന്നത്. ADGP പറയുന്നത് അത്തരത്തിലൊരു തിരുത്തൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുന്നു. കൂടുതൽ സമയം നീട്ടിച്ചോദിച്ചതിൻ്റെ പുറകിൽ DGP റവാദ ചന്ദ്രശേഖരൻ അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ ഈ 31-ാം തീയതിക്ക് മുമ്പ് പുതിയ DGPയുടെ സ്ക്രീനിങ് കമ്മിറ്റി ചേരുന്നു. അതിന് മുമ്പായിക്കൊണ്ട് ഈ അജിത് കുമാറിനെതിരെയുള്ള ഒരു പരാതിയും അവിടെ വരാതിരിക്കാൻ വേണ്ടി, DGP ആകാൻ വേണ്ടി അജിത് കുമാറിൻ്റെ ആ DGP ആകുക എന്നുള്ള മോഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അജിത് കുമാർ വീണ്ടും സമയം കൂട്ടിച്ചോദിക്കുന്നു. റവാദ ചന്ദ്രശേഖരൻ ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറും. അവർ മന്ത്രിസഭയ്ക്കും ആഭ്യന്തര വകുപ്പിനും എല്ലാം കൈമാറും എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ കാര്യത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസ് ഡയറി തിരുത്തി കേസിൽ നടപടി എടുക്കാൻ VD സതീശൻ സർക്കാരിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഗുരുതരമായ പിഴവിലേക്ക് സതീശൻ സർക്കാരിനെ കൊണ്ടുചെന്നെത്തിക്കും. ഇപ്പോഴും ഈ കേസിൽ നടപടിയെടുക്കാൻ വൈകി എന്നുള്ള ഒരു പരാതിയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും ഈ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യം മുതൽ ഈ കേസിൽ വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെയും വ്യക്തിയെയും വളരെ അടുത്തറിയാവുന്ന ആളെന്ന രീതിയിൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വളരെ നന്നായി അറിയാവുന്ന ആളെന്ന രീതിയിൽ എങ്ങനെയാണ് സാർ ഈ കേസിനെ നോക്കിക്കാണുന്നത്? അതായത് എല്ലാ ഗവൺമെൻറ്റും വന്നാലും ഏറ്റവും ടോപ്പിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന രീതി എല്ലാ കാലത്തുമുണ്ട്. TP ചന്ദ്രശേഖർ വധത്തിൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, അതിലെ മുഖ്യപ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനും അതുപോലെ CPMൻ്റെ പ്രമുഖരായ നേതാക്കന്മാരുമാണ്. എന്നാൽ ഒരു ഘട്ടം വന്നപ്പോൾ ആ കേസ് പെട്ടെന്ന് നിലയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാറ്. നമ്മൾ കണ്ണുപൊട്ടന്മാരെ മാതിരി ആയിത്തീരും ആ സമയത്ത്. അപ്പോൾ ഒരു വിശദീകരണം നൽകും, ആ വിശദീകരണത്തിൽ അണികളെ സംതൃപ്തിപ്പെടുത്തും. അങ്ങനെ ആ കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും. ഇത് കാലാകാലങ്ങളിൽ നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് TP ചന്ദ്രശേഖർ വധം എന്ന് നമ്മൾ പറഞ്ഞത്.
അതിൽ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യപ്രതി. അത് അറിയാത്തതവരായിട്ട് ആരുണ്ട്? ഇതേപോലെയുള്ളൊരു സംഭവമാണ് ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യത്തെ നടപടി എന്താണ്? തൻ്റെ കുട്ടികളെ അടിച്ച ആ രംഗം എനിക്ക് മറക്കാനാവില്ല, അതിന് കൃത്യമായി നടപടി ആണ് എൻ്റെ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി എൻ്റെ കുട്ടികളെ തൊട്ടവരെ വെറുതെ വിടില്ല എന്നുള്ള സമീപനത്തോടെയാണ് അത് തുടങ്ങിയത്. എന്നാൽ അത് ക്രമേണ നീളുന്നതനുസരിച്ചിട്ട് അതിൽ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ള സൂചനകളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ കൃത്യമായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പ്രേരണ കൊടുത്തത് ആരാണ്? ഇങ്ങനെ നിരപരാധികളായ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ആളുകളെ അടിക്കാൻ പിണറായി വിജയൻ്റെ ഗൺമാന്മാർക്ക് ഇത്രയും ഊർജവും ശക്തിയും കൊടുത്തത് ആരാണ്? അത് മറ്റാരുമല്ല, പിണറായി വിജയനാണ്. അദ്ദേഹം പരസ്യമായി തലയ്ക്ക് ചട്ടി കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അതേപോലെ ഹെൽമറ്റ് കൊണ്ടും ആ തലയ്ക്കടിച്ച് കണ്ണൂരിൽ അടിച്ചപ്പോൾ, കല്യാശ്ശേരി വെച്ച് അടിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഹീനമായി അതിനെ ന്യായീകരിച്ച ഒരു വികൃത മനുഷ്യനാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ തലമണ്ടയ്ക്ക് ഇതേപോലെ ഹെൽമെറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അടിച്ചിട്ട് അതേപടി കാണിക്കണം, എന്നിട്ട് അത് രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞിട്ട് സമീപിക്കണം. ഇതൊക്കെ രക്ഷാപ്രവർത്തനമല്ലേന്ന്, അങ്ങനെ ചെയ്യാനുള്ളതല്ല ഞാൻ പറഞ്ഞത്. തിരിച്ച് പിണറായി വിജയനെ ഏൽക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായുള്ള എഫക്റ്റ് ഉണ്ടാവുക. ഇവിടെ ഈ നേതാക്കന്മാർക്കൊക്കെ ധാരണ, ഞങ്ങൾ എന്ത് ചെയ്താലും നാളെ പ്രതിപക്ഷത്ത് ആര് വന്നാലും ഞങ്ങൾ ഭരണം മാറി പ്രതിപക്ഷം ഭരണത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചോളും എന്നുള്ള അഹന്തയാണ്. ആ അഹന്തയുടെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃത്യമായി കേസുകൾ മുന്നോട്ട് പോവുകയും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള അക്രമം ഉടനടി നിൽക്കും. കാരണം കേരളത്തിൽ ഇത്തരം അക്രമങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതിന് കാരണം അതിലെ പ്രമുഖ നേതാക്കന്മാരെ ഭരണം മാറിയാലും ഞങ്ങൾ സംരക്ഷിച്ചോളും, പരസ്പര ധാരണ ഞങ്ങൾക്കുണ്ട് എന്നുള്ള അഹന്ത തന്നെയാണ്. ഇവിടെ കുട്ടികളെ അടിക്കുക എന്ന് പറയുന്നത് ന്യായീകരിച്ച ആളാരാണ്? പ്രേരണ നൽകിയ ആളാരാണ്? പിണറായി വിജയനാണ്. അതിന് പോലീസ് ലെവലിൽ ഒഫീഷ്യലായിട്ട് നേതൃത്വം കൊടുത്ത ആരാണ്? ഈ കേസ് അട്ടിമറിക്കാനും ഇതിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും ശ്രമിച്ചുള്ള ആരാണ്? ADGP അജിത് കുമാറാണെന്ന് നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്. പിണറായി വിജയൻ RSSുമായും BJPയുമായും കോർത്തിണക്കുന്ന ഒരു കണ്ണിയാണ് ADGP അജിത് കുമാർ. അപ്പോൾ ADGP അജിത് കുമാറാണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ. നമ്മളെ സരിത കേസ് എടുത്താലും അങ്ങനെയുള്ള ഏത് കേസ് എടുത്താലും ഈ പറയുന്ന ADGP അജിത് കുമാറാണ്. നമ്മൾ സ്വപ്ന സുരേഷ് എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ADGP അജിത് കുമാറാണ് പാലക്കാട് വന്ന് അവർ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വന്ന് അവരെ കള്ളക്കേസിൽ കുടുക്കി HRDSൻ്റെ അജിത് കുമാറിനെ അടക്കം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത്. ഒരു ബന്ധവുമില്ലാത്ത ADGP അജിത് കുമാർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ADGP അജിത് കുമാർ എന്തിനാണ് അവിടെ എത്തിയത്? പിണറായി സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി അവരെ കൈവശമുള്ള രേഖകൾ എന്തൊക്കെയാണോ അത് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടാണ്. അധികാരം ഉപയോഗിച്ച് ഒരാളുടെ കൈവശമുള്ള പിണറായി വിജയനെതിരെയുള്ള ശക്തവും വ്യക്തവുമായ രേഖകൾ പിടിച്ചെടുക്കുക. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മുൻ പരിചയമുള്ള ഒരാളാണ് അജിത് കുമാർ. എന്തിന്? തൃശ്ശൂരിൽ അവിടുത്തെ CPIയുടെ നേതാവായ സുനിൽ കുമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ സ്ഫോരം അട്ടിമറി നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വ്യക്തമായ അന്വേഷണം വേണം. ADGP അജിത് കുമാറിനെതിരെ നടപടി വേണം. എന്തെങ്കിലും നടപടി എടുത്തോ പിണറായി വിജയൻ? ഒരു കാരണവശാലും നടപടി എടുക്കില്ല. അതങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഭരണം മാറിയപ്പോൾ സാർ അത് നടപടിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഈ പൂരം കലക്കിയത് പിണറായി വിജയന് വേണ്ടിയാണ് എന്നുള്ള ഒരു ധാരണ നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന വീണ വിജയന്റെ എക്സാലോജിക് എന്ന കേസുമായി ബന്ധപ്പെട്ട് അവരെ ആ കേസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി BJPക്ക് തൃശ്ശൂരിൽ നിന്നൊരു MP പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില നീക്കുപോക്കുകളാണ് ദത്താത്രേയ ഹൊസബളയുമായി ADGP MR അജിത് കുമാർ സംസാരിച്ചത്. അത് പിണറായി വിജയന് വേണ്ടി ആയിരുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനാണ് അതിനകത്ത് മുഖ്യപ്രതി. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഗൂഢാലോചന നടത്തിയത്, ആരാണ് നടത്തിയിട്ടുള്ളത്, അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഇത്രയും കാലം കേന്ദ്ര ഗവൺമെന്റാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് എന്തിനാ അത്ര താല്പര്യം പിണറായി വിജയനെ സംരക്ഷിക്കാൻ? പിണറായി വിജയനെ ADGP അജിത് കുമാറും ഇതിൻ്റെ അകത്ത് മുഖ്യപ്രതികളാണ്. ഈ പറയുന്ന ആലപ്പുഴ കാര്യത്തിൽ ആലപ്പുഴ രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ ഒരു MLA ആണ് ഇപ്പോൾ. MLA അടിച്ച കേസാണ് ഇപ്പോൾ ശരിക്കും. മുമ്പ് MLA അല്ലായിരിക്കാം. ഇപ്പോൾ പിണറായി വിജയൻ ആ MLA അഭിമുഖീകരിക്കേണ്ട ഗതികേടാണ് നിയമസഭയിലുള്ളത്. തലമണ്ടയ്ക്ക് അടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച യഥാർത്ഥ വില്ലൻ അവിടെ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. അല്ല, സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഈ തോമസ് പിണറായി വിജയനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു.
അതൊരു മധുരമായിട്ടുള്ള ഒരു പ്രതികാരം തന്നെയായിരുന്നു. അടി കൊടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടോ എന്നുള്ളൊരു. മാത്രമല്ല അങ്ങനെ ഇരയായതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടിയതും കൂടെ ഓർക്കണം. കോൺഗ്രസ് ചെയ്ത ഏറ്റവും നല്ല മഹനീയ കാര്യം എന്ന് പറയുന്നത് അതിൽ രക്ഷാപ്രവർത്തനം മർദ്ദനമേറ്റ AV തോമസിന് സീറ്റ് കൊടുത്തു. അവിടുന്ന് വൻ ഭൂരിപക്ഷത്തിനധികം ജനങ്ങൾ വിജയിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് മധുര പ്രതികാരം തന്നെയാണ്. രമ എങ്ങനെയാണോ നിയമസഭയിൽ വരുന്നത് അതേപോലെ തന്നെയാണ് AV തോമസ് നിയമസഭയിൽ. രമയുടെ കാര്യത്തിൽ നമ്മൾ സമൂഹം കംപ്ലീറ്റ് ഒറ്റക്കെട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാർ, ഇപ്പോഴും ഈ അനീതിയുടെ അക്രമത്തിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് മടുത്തു. ഒരു പറ്റ ആളുകൾ ചിലപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ അവർ പറയുന്ന ആശയങ്ങൾ ആകൃഷ്ടരായി അവർ പറയുന്നതിനപ്പുറത്തേക്ക് പോകാതെ നടക്കുന്നുണ്ടാവും. പക്ഷേ നിഷ്പക്ഷമതികളായ ജനത്തിന് ഈ അക്രമവും അഴിമതിയും അരാജകത്വം എല്ലാം മടുത്തു. അതിൻ്റെ കൃത്യമായ ഉദാഹരണം തന്നെയാണ് ഈ UDFന്റെ മൃഗീയമായ ഭൂരിപക്ഷം. അത് കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രമല്ല എന്നുള്ളത് സുവ്യക്തം തന്നെയല്ലേ? അല്ല, CPMന്റെ അണികളുടെയും BJP അണികളുടെയും അടക്കം വോട്ടാണ് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന് പുതിയ ദിശാബോധം കൊണ്ടുവന്ന നേതാവിനെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് കൊടുത്തത്. അദ്ദേഹത്തെ ജനങ്ങൾ തന്നെയാണ് അധികാരത്തിലെത്തിച്ചു. ഇവിടുത്തെ പാർട്ടിയല്ല. പാർട്ടിയാണെങ്കിൽ ഇപ്പം വേണുഗോപാലായിരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി. അത് സമ്മതിക്കാതെ VD സതീശന് മുഖ്യമന്ത്രിയാക്കിയത് ഇവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങളുടെ സമ്മർദ്ദമാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ മതങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഇല്ലാതെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. ആ മുഖ്യമന്ത്രിയാക്കിയ VD സതീശൻ അതേപോലെ രമേശ് ചെന്നിത്തല കാണിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? നിയമബോധം എന്താണ്? ഇതിൽ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യണം. മുഖ്യപ്രതികൾ ആരെയാണ്? നമ്മൾ ADGP അജിത് കുമാർ ആണെങ്കിൽ ADGP അജിത് കുമാർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്? പിണറായി വിജയനാണ്. ഈ രണ്ടുപേരെയും പ്രതിയാക്കിയിട്ടില്ലെങ്കിൽ ഈ കേസ് ഇവിടെ എത്തില്ല. ഇപ്പോൾ കൃത്യമായിട്ട് പിണറായി വിജയൻ ഒന്നിൽ കുടുങ്ങിയാൽ മതി, പിന്നെ ബാക്കി കേസുകൾ താനേ വന്നോളും. കാരണം കേന്ദ്ര ഗവൺമെൻറ് പിടിക്കാൻ നടക്കുകയാണ്. ഇവിടെ പിണറായി വിജയന് ഏറ്റവും ശക്തമായ തെളിവുള്ള ഒരു കേസാണ്. ജനകീയമായിട്ട് ഏറ്റവും അധികം ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുന്ന ഒരു കേസാണ്. ഒരാളെ രണ്ട് KC വിദ്യാർത്ഥികളെ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ക്രൂരമായി ഗൺമാൻമാർ അവർക്ക് യാതൊരു നിയമപരമായ അവകാശമില്ല എന്നിരിക്കെ ക്രൂരമായി ആക്രമിച്ചത്. ആ ആക്രമിച്ച കേസിൽ അതിൻ്റെ യഥാർത്ഥ അതിൽ ഈ പറയുന്ന ആക്രമിച്ച ഗൺമാൻമാർ പ്രതികളാണ് എന്നുള്ള രേഖ പോലീസ് സമർപ്പിച്ചിട്ടും അത് ADGP അജിത് കുമാർ അട്ടിമറിക്കണമെങ്കിൽ അത് പിണറായി വിജയൻ്റെ സമ്മർദ്ദമില്ലാതെ അട്ടിമറിക്കോ? ADGP അജിത് കുമാറിനോട് ഈ രണ്ട് ഗവൺമെന്റ്മാരോട് എന്ത് താല്പര്യമാണ്? അപ്പോൾ താല്പര്യം പിണറായി വിജയനോടാണ്. പിണറായി വിജയൻ പറയുന്ന പ്രകാരം എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന, വൃത്തികേടും കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായ കച്ചവടക്കാരനാണ് ഈ പറയുന്ന ADGP അജിത് കുമാർ എന്ന സരിതാ നായരെ ക്യാമ്പ് ഹൗസിൽ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ പോലീസ് ഓഫീസർ. അദ്ദേഹത്തെ ഒരു നിമിഷം പോലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അധികാരത്തിൽ ഇരിക്കാൻ പാടില്ല, ഉന്നത സ്ഥാനത്തേ ഇരുത്താൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം സരിതാ നായർ എന്ന് പറയുന്ന ലേഡിയെ ഉപയോഗിച്ചുള്ള സകല കാര്യങ്ങളും നടത്തിച്ചുള്ളതിൻ്റെ പിന്നിലും ADGP അജിത് കുമാറുണ്ട്. അവരെ മുമ്പ് രശ്മി കൊലക്കേസിൽ സരിതാ നായരെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്, ADGP അജിത് കുമാർ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നീട് അവർ ആരോപണം ഉണ്ടാക്കാൻ അവസരം കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ അവർ ജയിലിലായിരുന്നെങ്കിൽ സരിതാ നായരെ ഒരു പ്രശ്നം വരുമായിരുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ക്രൂരതകൾക്കെതിരെയുള്ള ജനവിധി കൂടിയാണ്. അപ്പം സാധാരണക്കാരായ പോലീസുകാരെ അല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ ഇതിന് തലപ്പത്തുള്ള ആളുകളെ, സോഴ്സിനെയാണ് പിടിച്ച് അകത്താക്കേണ്ടത്. അതുകൊണ്ട് VD സതീശൻ ഈ കാര്യത്തിൽ, അതേപോലെ DGP ഈ കാര്യത്തിൽ, അതേപോലെ രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ ഗൗരവമായുള്ള നടപടികളുമായി പോയിട്ടില്ലെങ്കിൽ അവരിലുള്ള വിശ്വാസം അണികൾക്ക് നഷ്ടപ്പെടുമെന്ന് ഓർക്കണം. ഇപ്പോൾ ഏറ്റവും അധികം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ നടപടി പിണറായി വിജയനെതിരെയും അതേപോലെ ADGP അജിത് കുമാറിനെതിരെ എടുക്കണം. അത് കണ്ണുപൊട്ടന്മാർക്കും പറയാവുന്ന കാര്യമാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഗണേശൻ ഈ പറയുന്ന ഗൺമാൻമാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം ഗൺമാൻമാർ കൈകാര്യം ചെയ്തു. ഗൺമാൻമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ ADGP അജിത് കുമാറോട് നിർദ്ദേശിച്ചു. ADGP അജിത് കുമാർ അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയ കാര്യങ്ങളിൽ രേഖകളെല്ലാം തന്നെ ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇതാണ് കാര്യം. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു രക്ഷാപ്രവർത്തനമാണ് ADGP നടത്തിയത്. എന്തായാലും ADGP DGPയുടെ കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ്
രമേശ് ചെന്നിത്തലയും എന്ത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരിക്കും ആ സർക്കാരിനുള്ള ജനകീയ പിന്തുണ ഇനി വർദ്ധിക്കുമോ അല്ലെങ്കിൽ താഴേക്ക് പോകുമോ എന്നുള്ളത് അറിയാൻ.